ഞാൻ ഡോക്ടർ നിർമ്മ, അലസർ മെഡിക്കൽ കോളേജിലെ ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ കോമൺ ആയി കാണുന്ന ഒരു ഇഷ്യൂവിനെ കുറിച്ചാണ്, അതായത് മുടി കൊഴിച്ചൽ. നമ്മളിപ്പോൾ വളരെ പോപ്പുലറായി കാണാറുള്ള ഒരു പ്രൊസീജിയറാണ് PRP അഥവാ GFC തെറാപ്പി. എന്താണ് PRP തെറാപ്പി? നമ്മുടെ ബ്ലഡിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണന്റ് ആണ് പ്ലേറ്റ്ലെറ്റ്. അപ്പോൾ ഈ പ്ലേറ്റ്ലെറ്റ് ആണ് നമ്മുടെ സാധാരണ രീതിയിൽ മുറിവുണ്ടാകുമ്പോൾ അത് ഉണങ്ങാനായിട്ട് സഹായിക്കുന്നതും അതുപോലെ തന്നെ പല ടിഷ്യൂസിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതും. നമ്മൾ PRP തെറാപ്പിയിൽ ചെയ്യുന്നത് ബ്ലഡിൽ നിന്ന് ഈ പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്ന കമ്പോണന്റിനെ കുറച്ച് കൂടുതൽ വരുന്ന രീതിയിൽ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അതുവഴി ആ എടുത്ത കമ്പോണന്റിനെ നമ്മൾ മുടിയിൽ ഇൻജെക്ട് ചെയ്യുമ്പോൾ ഹെയർ ഗ്രോത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് PRPയിൽ ചെയ്യുന്നത്. അതായത് ഒരു മെഡിക്കൽ എക്സ്പേർട്ട് രോഗിയുടെ തന്നെ കയ്യിൽ നിന്ന് ബ്ലഡ് ശേഖരിക്കുകയാണ്. ആ ബ്ലഡിൽ നിന്ന് തന്നെ പ്ലേറ്റ്ലെറ്റ് കൂടുതലുള്ള പ്ലാസ്മ എന്ന പാർട്ടിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ മുടിയിൽ വേദന എടുക്കാതിരിക്കാനുള്ള ആ പ്രദേശത്ത് തന്നെ ഒരു അനസ്തീഷ്യ കൊടുത്തതിന് ശേഷം ഈ PRP സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ ആ തലയിൽ ഇൻജെക്ട് ചെയ്യുന്നു. ഇത് നമ്മൾ മാസത്തിൽ ഒരിക്കൽ ചെയ്യേണ്ട പ്രൊസീജിയറാണ്. സാധാരണ രീതിയിൽ ഒരു പ്രാവശ്യം ചെയ്തതിന് ശേഷം തന്നെ നമുക്ക് മുടി കൊഴിച്ചിൽ കുറയുന്നതായി കാണാം. അതുപോലെ തന്നെ ഓരോ മാസത്തിന്റെ വ്യത്യാസത്തിൽ നമ്മൾ ഒരു 4 അതോ 6 സെഷൻസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വളരെയധികം മുടി കൊഴിച്ചിൽ കുറയുന്നതായിട്ടും പുതിയ മുടികൾ ആ ഭാഗത്ത് വരുന്നതായിട്ടും കാണാൻ പറ്റും. ഇനി എന്താണ് GFC തെറാപ്പി? GFC അഥവാ ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ്. നമ്മുടെ ബ്ലഡിലെ കമ്പോണന്റ് ആയ പ്ലേറ്റ്ലെറ്റ്സിൽ ഗ്രോത്ത് ഫാക്ടേഴ്സ് അഥവാ വളർച്ചയ്ക്ക് വേണ്ടി സഹായിക്കുന്ന കുറച്ച് കമ്പോണന്റ്സ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. GFC കിറ്റ് ഉപയോഗിച്ച് ഈ പ്ലേറ്റ്ലെറ്റിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കമ്പോണന്റ്സിനെ കൂടി നമ്മൾക്ക് റിലീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ PRPയിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് റിലേറ്റീവ്ലി കുറച്ചുകൂടെ വേദന കുറവുള്ള ഒരു പ്രൊസീജിയറാണ് GFC. അതുപോലെ തന്നെ നമ്മുടെ സാധാരണ രീതിയിൽ PRPനേക്കാൾ കുറച്ച് കൂടുതൽ റിസൾട്ടുകൾ നമ്മൾ GFC ചെയ്യുമ്പോൾ കാണാറുണ്ട്. GFC ചെയ്യുന്ന രീതി PRP പോലെ തന്നെ വളരെ സിമിലർ ആണ്. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ബ്ലഡ് എടുക്കുന്നു, അതിൽ നിന്ന് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു, ആ കമ്പോണന്റ് ആയ GFCനെ തിരിച്ച് മുടിയുടെ ഭാഗത്ത് ഇൻജെക്ട് ചെയ്യുകയാണ്. PRP പോലെ തന്നെ മാസത്തിൽ ഒരിക്കൽ ചെയ്യേണ്ട പ്രൊസീജിയറാണ് GFC.